ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് ഹത്രാസ് UAPA കേസ് പ്രതി സിദ്ദിഖ് കാപ്പൻ. അർബൻ മാവോയിസ്റ്റ് ഐക്യദാർഢ്യ സമ്മേളനത്തിൽ സിദ്ദിഖ് കാപ്പനായിരുന്നു മുഖ്യപ്രഭാഷകൻ. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ ആക്ഷേപകരമായ പോസ്റ്റിട്ട അർബൻ മാവോയിസ്റ്റ് റിജാസിനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കൊച്ചിയിൽ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചത്. ജാമ്യവ്യവസ്ഥകളുടെ ലംഘനം ചൂണ്ടിക്കാട്ടി BJP നേതാക്കൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. സ്ക്വയറിൽ പരിപാടി നടത്തിയത് പോലീസ് അനുമതി ഇല്ലാതെയായിരുന്നു. അനുമതിയില്ലാതെ പരിപാടി നടത്തരുതെന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകിയ പോലീസ് പരിപാടി തടയാതെ സിദ്ദിഖ് കാപ്പന്റെ പ്രസംഗത്തിന് കാവൽ നിൽക്കുകയായിരുന്നു. UAPA കേസ് പ്രതി സിദ്ദിഖ് കാപ്പൻ സുപ്രീംകോടതി ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് അർബൻ മാവോയിസ്റ്റ് അനുകൂല പരിപാടിയിൽ പങ്കെടുക്കുന്നത് ചൂണ്ടിക്കാട്ടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് BJP നേരിട്ട് പരാതി നൽകി. BJP വക്താവ് KVS ഹരിദാസിന്റെ നേതൃത്വത്തിലായിരുന്നു പരാതി നൽകിയത്. ഭീകരവാദികൾക്ക് സർക്കാർ കുടപിടിക്കുകയാണെന്ന് KVS ഹരിദാസ് ആരോപിച്ചു. പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇന്ത്യ സർക്കാർ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി സ്വീകരിച്ചപ്പോൾ അതിനെതിരെ രാജ്യത്തിനകത്ത് കള്ളപ്രചരണം നടത്തുകയും അതിൻ്റെ പേരിൽ അറസ്റ്റിലാവുകയും ചെയ്ത ഒരു ജിഹാദി മാവോയിസ്റ്റാണ് റിജാസ്. അയാൾ ഇന്ന് മഹാരാഷ്ട്രയിൽ ജയിലിലാണ്. അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എറണാകുളത്ത് സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് അതിനേക്കാൾ രസകരമാണ്. മുമ്പ് UAPA കേസിൽപ്പെട്ട് ഹത്രാസ് കേസിൽപ്പെട്ട് അനവധി മാസങ്ങളോളം ജയിലിൽ കിടന്ന സിദ്ദിഖ് കാപ്പനാണ്. സിദ്ദിഖ് കാപ്പൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്, ജാമ്യത്തിൽ ഇറങ്ങിയത് സുപ്രീം കോടതി നിശ്ചയിച്ച ചില കണ്ടീഷൻസിൻ്റെ വെളിച്ചത്തിലാണ്. ആ കണ്ടീഷനുകൾ ലംഘിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഭീകരവാദികൾക്ക് വേണ്ടി പരസ്യമായിട്ട് തെരുവിലിറങ്ങുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയതിനായിരുന്നു അർബൻ മാവോയിസ്റ്റ് റജാസ് ഷീബ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തത്. നാഗ്പൂർ പോലീസായിരുന്നു അറസ്റ്റ് ചെയ്തത്. റജാസിന്റെ വീട്ടിൽ മഹാരാഷ്ട്ര ATS നടത്തിയ റെയ്ഡിൽ നിരവധി ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുത്തിരുന്നു. ജനം, കൊച്ചി.